ാണ് തേജസ് യുദ്ധവിമാനം തകർന്ന് വീണിരിക്കുന്ന വാർത്തയാണ്. ദുബൈ എയർ ഷോയ്ക്കിടെയാണ് അപകടമുണ്ടായത്. ദുബൈയിലെ പ്രാദേശിക സമയം 2:10 അപകടം ഉണ്ടായത്. ഉച്ചയ്ക്ക് അല്പസമയം മുമ്പാണ് അപകടമുണ്ടായത്. ദുബൈ എയർ ഷോയിൽ വെച്ച് തേജസ് യുദ്ധവിമാനമാണ് തകർന്നു വീണത്. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നു. മിഥുൻ, എന്താണ് സംഭവം? എങ്ങനെയാണ് ഇതുണ്ടായത്? കഴിഞ്ഞ 5 ദിവസമായി കിരൺ ഈ എയർ ഷോ ദുബായിൽ തുടങ്ങിയായിരുന്നു. അതിൽ 3 തേജസ് വിമാനങ്ങളായിരുന്നു പങ്കെടുത്തിരുന്നത്. അതിൽ ഒന്നാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. ഇന്ത്യൻ സമയം കൃത്യമായി പറഞ്ഞാൽ 3:40 കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. എന്താണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും നിമിഷങ്ങൾ നമുക്ക് ലഭ്യമാകും. എന്തായാലും പൈലറ്റിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ്. ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച യുദ്ധവിമാനമാണ് തേജസ് എന്ന് പറയുന്നത്. അതായത് MiG-21 യുദ്ധവിമാനങ്ങൾ സേനയിൽ നിന്ന് അടുത്തിടെ ഒഴിവാക്കിയിരുന്നു കാലപ്പഴക്കം ചെയ്തതിനെ തുടർന്ന്. അതിനുശേഷം പുതിയ ഒരു രൂപകൽപ്പന ചെയ്ത ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത വിമാനമാണ് ഈ തേജസ് എന്ന് പറയുന്നത്. തേജസ് മാർക്ക് 1 ആണ് ഈ ഒരു എയർ ഷോയിൽ പങ്കെടുക്കുകയും ചെയ്ത ഈ 3 വിമാനങ്ങൾ ഈ എയർ ഷോയിൽ കഴിഞ്ഞ 5 ദിവസമായി പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നാണ് ഇപ്പോൾ തകർന്ന് വീണിരിക്കുന്നത്. വ്യോമാഭ്യാസത്തിനിടെ 3:40 കൂടിയാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ യുദ്ധവിമാനം തേജസ് തകർന്നു വീഴുകയും ചെയ്തത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ വിശ്വസ്തമായിട്ടുള്ളൊരു യുദ്ധവിമാനമായിരുന്നു. അത് എങ്ങനെയാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത്, എന്താണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഈ വിഷയത്തിൽ, അതായത് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പൈലറ്റ് ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ളതാണ്. അവിടെ മറ്റ് ഈ പറയുന്ന ഫയർഫോഴ്സിന്റെ ഒക്കെ സംഘം എത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടരുന്നു. അവിടെ നിന്ന് ഈ പൈലറ്റിനെ കണ്ടെത്തിയോ എന്നടക്കമുള്ള വിശദാംശങ്ങൾ കൂടി ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിലെ നമുക്ക് CNN ന്യൂസ് 8 അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഈ സമയം, അതായത് തകർന്ന് വീണ് പൊടുന്നനെ താഴേക്ക് പതിക്കുന്ന സമയത്ത് ഈ പൈലറ്റ് ഇത്തരത്തിൽ സീറ്റ് ഇജക്ട് ചെയ്തോ എന്നടക്കമുള്ള ഒരു കാര്യങ്ങൾ അത് പരിശോധിച്ചു വരികയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പൈലറ്റിന് രക്ഷപ്പെടാൻ സാധിച്ചോ എന്ന കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട് എന്നാണ് CNN ന്യൂസ് 8 അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും വളരെ ദാരുണമായിട്ടൊരു സംഭവം. നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് തേജസ് മാർക്ക് 1 എന്ന ഈ യുദ്ധവിമാനം. അത് 3 എണ്ണമായിരുന്നു കഴിഞ്ഞ 5 ദിവസങ്ങൾക്കിടെ ഈ ഒരു പരിശീലന പറക്കലിന്റെ ഭാഗമായി, വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായി ദുബായ് എയർ ഷോയുടെ ഭാഗമായി ഉണ്ടായിരുന്നത്. അതിലൊന്നാണ് പൊടുന്നനെ പറന്നു വീഴുകയും ചെയ്തത്. കഴിഞ്ഞ 4-5 ദിവസമായി ഈ ഇത്തരത്തിലുള്ള പറക്കലുണ്ടായിരുന്നു, അതായത് ഈ വ്യോമാഭ്യാസം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും തന്നെ ഏതെങ്കിലും തരത്തിൽ വിമാനത്തിന് കേടുപാടുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സാങ്കേതിക തകരാറ് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് കിരൺ. ഈ കഴിഞ്ഞ 5 ദിവസമായി എയർ ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന യുദ്ധവിമാനമാണല്ലോ, അത് ആ വിമാനം തന്നെയാണോ ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്? തീർച്ചയായും അത് തന്നെയാണ്. അതിൽ 3-ൽ 1 ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. തേജസ് MK-1A എന്ന യുദ്ധവിമാനമാണ്. അത് അടുത്തിടെയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത്. MiG-21 അത് കാലപ്പഴക്കം ചെയ്യുന്നതിനെ തുടർന്ന് സേനയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തേജസ് മാർക്ക് A1 എന്ന ഈ ഒരു യുദ്ധവിമാനം ഇന്ത്യയുടെ സേനയുടെ ഭാഗമാകുന്ന. വ്യോമസേനയ്ക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് അതിന്റെ ഒരു കരാറിൽ ഏർപ്പെടുകയും ഒപ്പം തന്നെ പിന്നീട് അത് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറുകയും ചെയ്ത. ആദ്യഘട്ടത്തിൽ 97 തേജസ് വിമാനങ്ങളാണ് ഇത്തരത്തിൽ വ്യോമസേനയുടെ ഭാഗമായിരുന്നത്. അതിൽ 3 യുദ്ധവിമാനങ്ങളാണ് ഇത്തരത്തിൽ ദുബായ് എയർ ഷോയുടെ ഭാഗമായി വ്യോമാഭ്യാസത്തിൽ ഏർപ്പെടുന്നത്. കഴിഞ്ഞ 5 ദിവസമായി ഇത് പറക്കലിനുണ്ടായിരുന്നു. വലിയ രീതിയിൽ നമുക്കറിയാം, നേരത്തെ പരീക്ഷണ പറക്കലിന്റെ അടിസ്ഥാനമായി ഇന്ത്യയിലെ പല ഇടങ്ങളിൽ, പ്രത്യേകിച്ച് തൃശ്ശൂരിന്റെ ഭാഗമായൊക്കെ ഈ ഒരു വിമാനം പറന്നതായിരുന്നു. പലയിടങ്ങളിൽ വലിയ രീതിയിൽ വ്യോമാഭ്യാസം നടത്തിക്കൊണ്ടിരുന്ന വിമാനം കൂടിയായിരുന്നു. പക്ഷെ എന്താണ് ഈ ഒരു പൊടുന്നനെ ഈ വിമാനം തകർന്നു വീഴാനുണ്ടായ സാഹചര്യം എന്നടക്കമുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതിന്റെ വിവരങ്ങൾ എന്തായാലും അല്പസമയത്തിനകം തന്നെ ലഭ്യമാവുകയും ചെയ്യും. ഒരു സിംഗിൾ സീറ്റ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആണ് തകർന്നു വീണിരിക്കുന്നത്. അതിൽ ഈ സമയം പൈലറ്റ് ആ സമയം ഈ സീറ്റ് ഇജക്ട് ചെയ്തിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നുണ്ട്. മറ്റു ചില ദേശീയ മാധ്യമങ്ങളടക്കം ഇങ്ങനെ ഈ പൈലറ്റിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ള രീതിയിലുള്ള ചില വാർത്തകൾ കൂടി പുറത്തുവിടുന്നുണ്ട്. എന്തായാലും അത് അതിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇന്ത്യൻ സമയം 3:40 കൂടി, അവിടുത്തെ പ്രാദേശിക സമയം 2:10 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മിഥുൻ, ഇതിന്റെ ഈ തേജസ് മാർക്ക് 1 കഴിഞ്ഞ് മാർക്ക് 1A ഒക്കെ വരികയും ഈ ആകാശത്ത് നിന്ന് തന്നെ ആകാശത്തേക്ക്
മറ്റ് യുദ്ധവിമാനങ്ങളൊക്കെ തകർക്കാൻ കഴിയുന്ന ആയുധങ്ങളൊക്കെ വഹിക്കാൻ ശേഷിയും ഉപരിതലത്തിലേക്ക് ഭൂമിയിലേക്കും ഒരു ആയുധങ്ങൾ തൊടുത്തുവിടാനുള്ള ശേഷിയുമൊക്കെയുള്ള ഇന്ത്യ ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയുടെ ഒരു അഭിമാനം ഉയർത്തിപ്പിടിച്ച ഒന്നായിരുന്നു തേജസ് മാർക്ക് 1-ൻ്റെയും മാർക്ക് 1A-യുടെയും ഒക്കെ ഒരു സ്വന്തമായി വികസിപ്പിച്ചെടുക്കുകയും അത് ആ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ സേനയുടെ ഭാഗമാക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞതും പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ആ തരത്തിലേക്കുള്ള ഇന്ത്യൻ ഈ യുദ്ധവിമാനത്തിലുള്ള ഓർഡറുകളൊക്കെ ഇന്ത്യ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയും ചേർന്ന് തയ്യാറാക്കിയ ഇന്ത്യയുടെ ഒരു അഭിമാനം എന്ന് തന്നെ പറയാം. അതിന് ഇത്തരമൊരു എയർ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായും മറ്റേതെങ്കിലും സാങ്കേതിക തകരാറെല്ലാം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ട് അല്ലെങ്കിൽ അതെല്ലാം പരിശോധനയ്ക്ക് ശേഷം മാത്രമാവും. പ്രത്യേകിച്ച് ഒരു വ്യോമാഭ്യാസത്തിനു കൂടിയാണ് പോകുന്നത്. എല്ലാ തരത്തിലേക്കുള്ള മുൻകരുതലുകളും എടുത്തിട്ടുണ്ടാവും. മറ്റേതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകളോ സൂചനകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കിരൺ, അങ്ങനെയുള്ള ഒരു വിശദാംശങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും പരിശോധിച്ച് വരികയാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. എന്തായാലും ഈ തേജസിനെ സംബന്ധിച്ച് 2001 ഇത് വ്യോമസേനയുടെ ഭാഗമാകുന്നത്. അതിനുശേഷം 23 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇതിനോടകം തന്നെ 2 അപകടം മാത്രമാണ് ഈ 23 വർഷക്കാലങ്ങളായി നടന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷമായിരുന്നു 2024 ആദ്യമായി ഒരു അപകടം ഈ തേജസ് ഫൈറ്റർ ജെറ്റിന് ഉണ്ടാകുന്നത്. അത് രാജസ്ഥാനിലെ ജയ്സാൽമറിൽ വെച്ചായിരുന്നു ആ അപകടം ഉണ്ടായത്. അന്ന് ഈ സീറ്റ് ഇജക്ട് ചെയ്തുകൊണ്ട് പൈലറ്റ് രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഒരു പരിക്കുകളൊന്നും സംഭവിക്കാതെ പൈലറ്റ് രക്ഷപ്പെടുന്നു. അതായിരുന്നു ആദ്യത്തെ സംഭവം. ഇപ്പോൾ രണ്ടാമത്തെ ഫൈറ്റർ ജെറ്റാണ് ഇത്തരത്തിൽ തേജസ് യുദ്ധവിമാനത്തിലെ രണ്ടാമത്തെ വിമാനമാണ് ഇങ്ങനെ തകർന്നു വീഴുന്നത്. കഴിഞ്ഞ 23 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ രണ്ടാമത്തെ അപകടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പൈലറ്റിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. എന്തായാലും എന്താണ് സംഭവിച്ചത്? ഈ ദുബായ് എയർ ഷോ എന്നുള്ളത് തന്നെ മറ്റൊരു രാജ്യത്ത് നമ്മളുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വ്യോമാഭ്യാസങ്ങളൊക്കെ നടക്കുമ്പോൾ പൂർണ്ണമായും അതിന്റെ സാങ്കേതിക തകരാറ് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇങ്ങനെയുള്ള വ്യോമാഭ്യാസങ്ങളിലേക്കൊക്കെ കടക്കുക. അത് തദ്ദേശ തലത്തിൽ നടത്തുമ്പോഴും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ ഭാഗമായി നടത്തുമ്പോഴും ഒക്കെ അത്തരത്തിലുള്ള പരിശോധനകൾ നടത്താറുള്ളത് പതിവാണ്. പക്ഷേ ഇപ്പോഴെന്താണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ, അതായത് കൃത്യമായി പറന്നുയരുന്നു. ആ സമയത്ത് ഇവിടുന്ന് താഴേക്ക് പതുക്കുകയാണ് ചെയ്യുന്നത്. കുത്തനെ താഴേക്ക് പതുക്കുകയാണ് ഈ വിമാനം ചെയ്യുകയും ചെയ്തത്. എന്താണ് സംഭവിച്ചത്? അത് ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണം വിട്ടതാണോ അല്ലെങ്കിൽ പൈലറ്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അഭാവം ഉണ്ടായതോ എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും 0 ആൾട്ടിറ്റ്യൂഡിൽ പൈലറ്റിന് ഇജക്ട് ചെയ്യാനുള്ള സൗകര്യം, അതാണ് ഈ വിമാനത്തിന്റെ സവിശേഷത എന്നുള്ളതാണ്. പക്ഷേ അത് ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പൈലറ്റിന് മുമ്പ് നടന്ന അപകടത്തെ പോലെ, അതായത് ജയ്സാൽമറിലുണ്ടായ അപകടത്തിൽ അന്ന് ഇതേ രീതിയിൽ തന്നെയായിരുന്നു അപകടം ഉണ്ടാവുകയും ചെയ്ത് അവിടെ പൈലറ്റ് അത്ഭുതകരമായി സീറ്റ് ഇജക്ട് ചെയ്ത് ഈ വിമാനത്തിന്റെ പ്രത്യേകത ഇത് തന്നെയാണ്. ആ രീതിയിൽ രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ പൈലറ്റ് രക്ഷപ്പെട്ടോ എന്നോ ഒക്കെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും യുദ്ധവിമാനം ഉടനെ തകർന്നു വീണിരിക്കുന്നു. ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഒരു യുദ്ധവിമാനം കൂടിയാണ് അത് ദുബായ് എയർ ഷോയിൽ വെച്ച് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എയർ ഷോ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ കൂടുതൽ ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ IAFന്റെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചില വിവരങ്ങൾ കൂടി, ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്.